ഓം നമശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നാട്ടിൻപുറങ്ങളെന്നോ നഗര പ്രദേശങ്ങളെന്നോ ഭേദമില്ലാതെ ഒരുപോലെ പറഞ്ഞു കേൾക്കുന്ന ഒരു പദമാണ് ദൃഷ്ടി ദോഷം അഥവാ കൺദോഷം. നാവേറ്, അറമ്പറ്റുക, കരിനാക്ക് തുടങ്ങിയ പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഈ ദോഷം കൂടുതലായി ബാധിക്കുന്നത് കുട്ടികൾ, ഗർഭിണികൾ, പുതിയതായി നിർമ്മാണത്തിലിരിക്കുന്ന വീടുകൾ, പുതിയതായി തുടങ്ങുന്ന സംരംഭങ്ങൾ, പുതിയ വസ്ത്രങ്ങൾ, പുതിയ വാഹനങ്ങൾ, കുട്ടികളുടെ പഠനം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇത് പ്രതികൂലമായി ബാധിക്കുന്നു. ഈ ബാധ ഉണ്ടാകുന്നത് ചില ആളുകൾക്ക് മറ്റുള്ളവരുടെ ഉയർച്ചയിൽ തോന്നുന്ന കടുത്ത അസൂയയിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. തൻ്റെ കുട്ടിക്ക് ഉള്ളതിനേക്കാൾ അയലത്തെ കുട്ടിക്ക് സൗന്ദര്യം കൂടുതലുണ്ടാകുക, തൻ്റെ കുട്ടിക്ക് ഉള്ളതിനേക്കാൾ കഴിവ് പാഠ്യ വിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും മറ്റും ഉണ്ടാകുക, നല്ല വസ്ത്രങ്ങൾ ഉണ്ടാകുക തുടങ്ങിയ കാര്യങ്ങളിൽ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ എൻ്റെ കുട്ടി വളരെ താഴെയാണ് എന്ന ചിന്താഗതിയിൽ നിന്ന് ഉളവാകുന്നവയാണ്. മറ്റു ചിലർക്ക് തന്നേക്കാൾ നല്ല വീടുണ്ടാകുന്നു, തനിക്കുള്ളതിനേക്കാൾ നല്ല വാഹനം മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നു, സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള സാഹചര്യങ്ങളിലാകും മനസ്സിനുള്ളിൽ കടുത്ത അസൂയ മുളപൊട്ടി വരുന്നത്. മറ്റു ചിലർക്ക് ആരെങ്കിലും ഒരു പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോഴാകും ഈ അസൂയ ഉണ്ടാകുന്നത്. ജനന സമയത്ത് ചില പ്രത്യേകതകളുള്ള ആളുകളുടെ ഉള്ളിൽ ഇങ്ങനെയൊക്കെയുള്ള ചില അസൂയകൾ മനസ്സിൽ തോന്നിയാൽ മാത്രം മതി, ആ മാത്രയിൽ തന്നെ ദൃഷ്ടി ചെയ്യപ്പെട്ട ആ വ്യക്തി ആണോ പെണ്ണോ കുട്ടിയെന്നോ മുതിർന്നവരെന്നോ ഒരു ഭേദവുമില്ലാതെ ദൃഷ്ടി ദോഷത്തിന് ഇരയായി മാറുന്നതാണ്. പാഠഭാഗങ്ങളും മറ്റും നന്നായി പഠിച്ച് മുന്നേറിക്കൊണ്ടിരുന്ന കുട്ടികൾ വളരെ പെട്ടെന്ന് അലസരായി മാറുകയും ഒറ്റയടിക്ക് പഠനത്തിൽ പിന്നോക്കം പോകുന്നതായും അനുഭവം ആകുന്നതാണ്. ഇങ്ങനെ സംഭവിക്കുന്നത് കുട്ടിയുടെ വിദ്യാഭാവത്തിനും ലഗ്നാധിപനും പാപയോഗവും പാപമദ്യവും പാപദൃഷ്ടിയും തുടങ്ങിയ അശുഭങ്ങളും അശുഭ ദശ അപഹാര കാലങ്ങളിലും മേൽ പറഞ്ഞതുപോലെയുള്ള അസൂയ രശ്മികൾ അഥവാ നെഗറ്റീവ് എനർജി എന്ന് പറയാം. ഈ രശ്മികൾ അസൂയക്കാരിൽ നിന്ന് മനോരശ്മികളായിട്ടോ നശിച്ചു പോകട്ടെ തുടങ്ങിയ ശാപവചനങ്ങളായോ പുറത്തു വരുമ്പോഴാണ് പലവിധങ്ങളായ അപകടങ്ങളിലേക്ക് കുട്ടികളായിരുന്നാലും മുതിർന്നവരായിരുന്നാലും ചെന്ന് ചാടുന്നത്. വളരെ ശാന്തരായ കുട്ടികൾ, വളരെ മിടുക്കരായ കുട്ടികൾ അബദ്ധ സഞ്ചാരങ്ങളിൽ ചെന്ന് പെടുക, മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ വിപത്തുകൾക്ക് അടിമയാകുക, ക്രൂര പ്രവൃത്തികളും ചിലപ്പോൾ കൊലപാതകങ്ങളിൽ വരെ ഭാഗഭാക്കാകുക തുടങ്ങിയ അനിഷ്ട സംഭവങ്ങളിൽ ചെന്ന് വീഴുന്നത്. ഇങ്ങനെ ചെന്ന് വീഴുന്ന മിക്ക കുട്ടികളും അതുവരെ വളരെ ശാന്തരും അയൽക്കാർക്കും സഹപാഠികൾക്കുമെല്ലാം തന്നെ വളരെ ഇഷ്ടപ്പെട്ടവരും ആയിരിക്കും. ഇതുപോലെ തന്നെ മറ്റൊരു നശീകരണ ക്രിയയാണ് കൈവിഷ ബാധ. തൻ്റെ താല്പര്യത്തിന് അനുസരിച്ച് മറ്റൊരാളെ വിനിയോഗിക്കുന്നതിന് വേണ്ടി അഥവാ ഉപയോഗിക്കുന്നതിന് വേണ്ടി സ്നേഹം നടിച്ച് മറ്റൊരാളുടെ ഉള്ളിലേക്ക് അറിഞ്ഞോ അറിയാതെയോ കൊടുക്കുന്ന ചില ഔഷധ പ്രയോഗങ്ങളാണ് കൈവിഷം എന്ന് പറയുന്നത്. സ്നേഹം നടിച്ചുകൊണ്ട് നിശ്ചിത ദിവസം തുടർച്ചയായി കൊടുക്കുന്ന മദ്യത്തിനോ മയക്ക് മരുന്നുകൾക്കോ ഒക്കെ ഏതൊരു ഹീനകൃത്യവും യാതൊരു മടിയും കൂടാതെ ചെയ്യാനുള്ള മനസ്സും ശാരീരിക ശക്തിയും ഒക്കെ പ്രദാനം ചെയ്യാൻ കഴിയും എന്നത് സമീപകാല സംഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടല്ലോ. സ്വന്തം അമ്മയും വലിയമ്മയും പിതൃസഹോദരനും ഭാര്യയും സ്വന്തം അനുജനും കാമുകിയും ഒക്കെ അതിദാരുണമാംവിധം കൊല്ലപ്പെടുന്നത് നമ്മൾ കണ്ടതാണല്ലോ.
അതുപോലെ തന്നെ ഗുരുക്കന്മാർക്ക് നേരെയുള്ള കൊലവിളികളും തെറിവിളികളും കലാലയങ്ങളിലെ റാഗിങ് പോലെയുള്ള ഹീന കൃത്യങ്ങളും ഒക്കെ സമീപകാലത്ത് സമൂഹം കാണുകയും കേൾക്കുകയും ചെയ്തതാണല്ലോ. ഓരോ ജാതകരെയും സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ മൗഢ്യം, വക്രഗതി തുടങ്ങിയ ശക്തിക്ഷയങ്ങൾ ജാതകന് നെഗറ്റീവായി മാറുമ്പോഴാണ് ഇതുപോലെയുള്ള ദുരനുഭവങ്ങളിലേക്ക് ജാതകർ കാലിടറി വീഴുന്നത്. ചിലപ്പോൾ വളരെ സാധാരണയായി പറയാറുള്ള ഒരു വാക്കിൽ നിന്നാകും ദുരന്തങ്ങൾക്കോ ദുരനുഭവങ്ങൾക്കോ തുടക്കം ഇടുന്നത്. ഈ അടുത്ത കാലത്ത് തൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ നാവിൽ നിന്ന് വന്ന വാക്കുകൾ ദുർവാക്കുകളായി മാറുകയും ഒരു ജുവലറി രാജാവിനെ പലതരത്തിലുള്ള വിവാദങ്ങളിലും തുടർന്ന് ജയിലിൽ വരെ എത്തിച്ചതും നമ്മൾ കണ്ടതും കേട്ടതുമാണല്ലോ. കൊല്ലവർഷം 1200 ആണ്ട് മറ്റ് വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബുധൻ, ശുക്രൻ, ഗുരു, ശനി എന്നീ ഗ്രഹങ്ങൾ വ്യത്യസ്തമായ കാലങ്ങളിൽ വക്രഗതിയിൽ സഞ്ചരിക്കുകയും അഥവാ നേർഗതിയിൽ നിന്ന് വിപരീതമായി സഞ്ചരിക്കുകയും മൗഢ്യത്തിലകപ്പെടുകയും, അതായത് സൂര്യനോട് വളരെ അടുത്തുകൊണ്ട് ഗ്രഹത്തിൻ്റെ പ്രഭ മങ്ങിപ്പോകുകയും ചെയ്യുന്ന കാലമാണ്. അതിനാൽ നെഗറ്റീവ് എനർജികൾ പലവിധങ്ങളായ ബാധാരൂപത്തിൽ സമൂഹത്തിലാകെ പടർന്ന് വിലസുന്ന ഒരു കാലമായിരിക്കും കൊല്ലവർഷം 1200 ആണ്ട് എന്നതിന് യാതൊരു സംശയവും ഇല്ല. പല തരത്തിലുള്ള ദുരന്തങ്ങളും മനുഷ്യത്വമില്ലാത്ത പ്രവൃത്തികളും ധാരാളമായി കേൾക്കാൻ കഴിഞ്ഞേക്കും. ജനന സമയത്തെ ഗ്രഹനിലയിൽ വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും ശുക്രൻ്റെയും ഒക്കെ നീചാവസ്ഥകളും അനിഷ്ട രാശി സ്ഥിതികളിൽ നിന്നും മറ്റും ഇങ്ങനെയൊക്കെയുള്ള ദുരവസ്ഥകൾ മുൻകൂട്ടി അറിയാൻ കഴിയുന്നതാണ്. ശത്രുക്കളായവരുടെ നാവിൽ നിന്നുണ്ടാകുന്ന അസൂയ വചനപ്രവാഹങ്ങളിൽ നിന്നും ഇങ്ങനെയൊക്കെയുള്ള നിരവധി ദോഷങ്ങൾ ഉണ്ടാകുന്നതാണ്. കുട്ടികൾ മുറിയടച്ച് ഒറ്റയ്ക്ക് ഇരിക്കുക, അമിതമായ ആഗ്രഹങ്ങൾ ഉണ്ടാവുക അഥവാ ആർത്തി ഉണ്ടാകുക, നിർബന്ധ ബുദ്ധിക്കാരാകുക, കടുത്ത ദേഷ്യം പ്രകടിപ്പിക്കുക, മറ്റുള്ളവരെ ഒരു ദയയും ഇല്ലാതെ ഉപദ്രവിക്കുക, ഒരു കാരണവും കൂടാതെ പ്രകോപിതനാകുക തുടങ്ങിയവയൊക്കെയും കൈവിഷബാധയോ ദൃഷ്ടിബാധയോ ഒക്കെ ഏറ്റതിൻ്റെ ബാഹ്യമായ ലക്ഷണങ്ങളാണ്. ഇതിന് പരിഹാരമായി ചെയ്യാൻ കഴിയുന്നത് പഠന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ആത്മീയ കാര്യങ്ങളിലും ശാസ്ത്രീയ സംഗീതം, ശാസ്ത്രീയ നൃത്തം തുടങ്ങിയ കലാരൂപങ്ങളിലും ശാസ്ത്രീയ കലകളിലും പരിശീലനം നൽകാൻ ശ്രമിക്കുകയും അവരുടെ കൂട്ടുകെട്ടുകൾ നല്ലവരുമായിട്ടാണ് എന്ന് മാതാപിതാക്കൾ ഉറപ്പ് വരുത്തുകയും ചെയ്യുമ്പോൾ ക്ഷമാശീലരായ ഒരു തലമുറയെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്നതാണ്. നേരെ മറിച്ച് ആഭാസ നൃത്തങ്ങളും അക്രമാസക്തമായ ആയോധന കലകളും ആ തരത്തിലുള്ള കൂട്ടുകെട്ടുകളും ഒന്നുകിൽ ആയുർദോഷത്തിന് കാരണമാകുകയും അതല്ലെങ്കിൽ പ്രായപൂർത്തി ആയിട്ടില്ലെങ്കിൽ ദുർഗുണ പരിഹാര പാഠശാലകളിലേക്കും ശേഷം കാലം ജയിലുകളിലേക്കും ഒരു തലമുറയെ എത്തിക്കും എന്നതിന് ഒരു സംശയവും വേണ്ട. ജാതകത്തിൽ ഈ വിധത്തിലുള്ള പാപയോഗങ്ങൾ കണ്ടാൽ ഗരുഡ സ്തോത്രം നിത്യവും ജപിക്കുക, നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഗരുഡ പഞ്ചാക്ഷരി ജപിച്ച് സിദ്ധി വരുത്തിയ കറുത്ത ചരട് അരയിലോ കയ്യിലോ കെട്ടുക, ദുർഗാദേവി സ്തുതി ചൊല്ലുക തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെയും മേൽപ്പറഞ്ഞ ദൃഷ്ടി ദോഷത്തിനുള്ള പരിഹാരങ്ങളാണ്. വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, പൊരുത്തം, മുഹൂർത്തം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് 9605 23 28 94 എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവ്വം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.